നിനക്ക് എന്ത് വേണം? കലം എന്താ കലഞ്ചട്ടി വേണം. കല്ലഞ്ചട്ടിയുടെ എടുത്തപ്പോ പൊട്ടിപ്പോയി. പക്ഷേ എൻ്റെ കൂടെ പോയടാ, എനിക്കൊരു കുട വാങ്ങിച്ചു തരാം. അവനൊന്നും മിണ്ടിയില്ല. രാത്രി വന്നപ്പോഴേ പൊടിയെ കൊണ്ടുവന്ന് ഓരോ വീട്ടിൽ എത്ര പ്രാവശ്യം മക്കൾ പറഞ്ഞാലാണ് കുട കൊണ്ടുപോണത്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ മകനെ ദൈവം അനുഗ്രഹിക്കണമെന്ന്. നിങ്ങൾക്കും ഇങ്ങനെ മക്കളുണ്ടെങ്കിൽ കൊണ്ടുവന്ന് തരുമ്പോൾ നിങ്ങൾ പറഞ്ഞു കേട്ടാ എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമെന്ന്. അന്ന് എനിക്ക് കൊണ്ടുവന്ന് തന്നു. ദൈവത്തിന് നന്ദി. എത്ര സ്തുതിച്ചാലും ഞാൻ എന്താവശ്യപ്പെട്ടാലും ഇന്ന് വരെ ദൈവം തന്നിരിക്കണേ. അതുപോലെ തന്നെ എനിക്ക് ഗൾഫിൽ കുറേ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടായി. ഇപ്പോൾ ആരും എന്നെ വിളിക്കണില്ല. എനിക്ക് എന്നിട്ട് അവരെന്തെങ്കിലും തന്നിറക്കില്ലേ, സാരി തന്നിറക്കും, മിഠായി തന്നിറക്കും, വാച്ച്, ബെർപ്പിലൊക്കെ തന്നിറക്കും. എന്നെ ഒരുപാട് സ്നേഹിച്ച ഗൾഫുകാരാണ്. അവരെയൊക്കെ വീണ്ടും വീണ്ടും അന്വേഷിച്ചത് പറയാനായിട്ട് കേൾക്കുന്ന ആൾക്കാർ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. 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 ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ വന്നത് തക്കാളി ചോറാണ്. അത് താരയാണ് ഇത് പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നത് ശ്രദ്ധിച്ച് ഇരുന്ന് കാണുക. അപ്പോൾ ഞാനിന്ന് തക്കാളി ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് തക്കാളി ചോറ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തക്കാളി ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ, ഇത് ബസ്മതി അരിയാണ്. 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിന് കേട്ടോ എടുത്തത് അളവ്. പിന്നെ ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, മല്ലിയില, പിന്നെ നെയ്യുണ്ട്, പിന്നെ തക്കാളി പേസ്റ്റ് ആക്കിയത്. ഇത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പേസ്റ്റ് ആക്കിയത്. പിന്നെ അരമുറി സവാള. പിന്നെ നമുക്ക് വേണ്ട ആവശ്യമായ മസാല. അപ്പോൾ പേരൊക്കെ പറഞ്ഞാൽ വെച്ചതിൻ്റെ പെരുംജീരകം, പട്ട, പട്ടയുടെ ഇല, കറിയാമ്പ്, കുരുമുളക്, ബസ്മതി. ഇത് എന്താണെന്ന് അറിയത്തില്ല ഇതിൻ്റെ പേര്. പിന്നെ ഇതല്ല കറുവപ്പട്ട. ഓക്കെ, അപ്പം ഇത്രയും സാധനം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഗ്രീൻ പീസ് ഒക്കെ ഇടാം, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇടാം. പക്ഷെ നമ്മൾ ഇത്ര ഐറ്റംസ് ഒക്കെ എടുത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാം. അപ്പം നമ്മൾ ആദ്യം എന്ത് വേണം? നമുക്ക് ഓണാക്കാം കേട്ടോ. കറണ്ടിൻ്റെ ആണ് കേട്ടോ. കറണ്ടിൻ്റെ 2 ലിട്ടാൽ പോരെ? ഓക്കെ. അപ്പം ഇത് ചൂടാകുമ്പം കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടി ആട്ടോ ഒഴിക്കുന്നത്. അപ്പം ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. മതിയല്ലോ? കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ചൂടായിപ്പോവും. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള നെയ്യ് ഒഴിക്കാം കേട്ടോ. അപ്പം ഞാൻ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു. പോരെ? 1 സ്പൂൺ പോരെ? എത്രയ്ക്കും? അപ്പോൾ 1 സ്പൂൺ ഇട്ടു. അപ്പം അമ്മച്ചി പറയുന്നത് കുറച്ചും കൂടി ഇടാൻ. അപ്പം ഞാൻ കുറച്ചും കൂടി ഇടുക കേട്ടോ. ഒലിവ് ഓയിൽ. നമ്മൾ ഈ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇല്ലേ, ഇതിലേക്ക് നമുക്ക് നമ്മുടെ കറുവപ്പട്ട, പെരിഞ്ജീരകം, അങ്ങനെയുള്ള മസാല ഇടാം കേട്ടോ. അപ്പോൾ ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം ഫുൾ ഇടുന്നില്ല, കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. ദേ 1 പിടി ഇട്ടു. പിന്നെ 2 കറുവപ്പട്ട ഇട്ടു. പിന്നെ ഇത് പേര് പറയാൻ വെച്ച് ഇത് ഇതെന്തായിരുന്നു ഇട്ടത്? എന്തായാലും ആയിക്കോട്ടെ. പിന്നെ കുറച്ച് കുരുമുളക് ഇട്ടു. നമ്മൾ ഒരു ഇല ഉണ്ടല്ലോ, ആ ഇല ഇട്ടു. പിന്നെ ഇത് നമ്മുടെ ഏലക്ക ഗ്രാമ്പൂ അല്ലേ ഇത്? ഗ്രാമ്പൂ ഞാൻ ഇട്ടു. ഓക്കെ, ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഈ എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. തെറിക്കരുത്, ചൂടാക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ലേന്ന്. അറിയാം, പെട്ടെന്ന് ക്യാമറ ഓൺ ആക്കുമ്പോൾ പലതും ഞാൻ മറന്നു പോകും. അപ്പം ഇതിങ്ങനെ ചൂടായിട്ട് വരുമ്പോഴല്ലേ എന്തിടണം പറയൂ അമ്മച്ചി? സവാള ഇടണം. അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരണം കേട്ടോ. അപ്പം ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് സവാള ഇടാം കേട്ടോ. സവാള ഇതിനകത്തുണ്ട്. അമ്മച്ചിക്ക് ചുമ വരുന്നുണ്ട്. സവാള ഇട്ടിട്ട് ഇങ്ങനെ
നന്നായിട്ട് മിക്സ് ചെയ്യണം. വയറ്റിയെടുക്കണം. പെട്ടെന്ന് വയറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, കുറച്ച് ഉപ്പിടാം. കുറച്ച് ഉപ്പിട്ട് കേട്ടോ. ഇട്ട് കഴിയട്ടെ എല്ലാം കാണട്ടെ. ഞാൻ തക്കാളി ചോറ് ഉണ്ടാക്കി പഠിക്കണേ, കണ്ട് പഠിക്കണേ. ചേട്ടനും കൂടി വർത്താനം പറഞ്ഞോ. ഉപ്പിന്റെ അപ്പൂപ്പനായെന്നറിയാമോ? ബിനീഷ് ബാസ്കറ്റ്. അല്ല പറയാൻ ഉപ്പിന്റെ അപ്പൂപ്പൻ. പഞ്ചസാര ഇല്ല. കല്ലുപ്പ് ഇല്ല. ഉപ്പിന്റെ അപ്പനാരാ? കടല്. ഉപ്പൻ. അയ്യേ, അല്ലേ? അത് ഉപ്പനല്ല ചേട്ടാ, ഉക്കൻ. ഉപ്പനല്ല, ഉപ്പൻ. നമുക്ക് ഞാൻ ഉക്കെന്നാ പറയുന്നത്. ഉപ്പന്റെ അപ്പം കള്ളുപിടിയാൻ. കള്ളുടിയനോ? അതെല്ലാന്നാ നമ്മുടെ വാഴക്കൊലൊക്കെ ഉണ്ടാകുമ്പോ കുറച്ച് വല്ല അത് കൊടപ്പനല്ലേ? കൊടപ്പന്റെ അത് ഊറ്റി കൊടുക്കും കല്ല്. അയ്യോ, ഞങ്ങളില്ലേ ഉക്കെന്ന് പറഞ്ഞൊരു കുക്കനെ കാണുമ്പോ നമ്മൾ പറയും ഉക്കൻ വെച്ചൻ. ആ, ഒരു കിളി ഉക്കെന്നാ പറയുന്നേ. പരുന്തിന്റെ കൂട്ടൊക്കെ ഇരിക്കത്തില്ലേ, അത്. അപ്പൊ അതിനെ കാണുമ്പം പറയും ഉക്ക ഇങ്ങനെ പിടിക്കും. ഇത് പറയും ഉക്കൻ്റെ അച്ഛൻ എന്താണ്, ഉക്കൻ്റെ അച്ഛൻ കാട്ടിപ്പോയി. മറന്നുപോയല്ലോ. പോയിട്ട് വരുമ്പോ എന്ത് കൊണ്ടുവരുമെന്ന് പറയും. അന്നേരം പറയും ആ ഉക്കനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാക്കയെ കാണണം. അപ്പൊ കാക്കയ്ക്കും ഇതേപോലെ പാട്ട് പാടണം. അപ്പം അങ്ങനെ നമ്മൾ കാക്കയും കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനം കിട്ടുമെന്ന് പറയും. കുറുക്കച്ചന്റെ അമ്മയുടെ കല്യാണം. അമ്മയുടെ കല്യാണം. ഇതിങ്ങനെ നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. പോരെ? എന്താണ്? അത്രയും പോരെ? ഇല്ല, കുറച്ചും കൂടി നന്നായിട്ട് മൂത്ത് വരണം. അപ്പൊ അപ്പൂപ്പന്മാരും മുമ്മാരും ഉണ്ടാക്കാൻ നേരത്ത് പെട്ടെന്ന് മൂത്ത് വരുമല്ലേ? അതെന്താ? മൂത്ത ആൾക്കാരായോണ്ട്. അയ്യോ, എന്ത് കോമഡി ചെയ്ത്. നന്നായിട്ട് ശരിയാണില്ലല്ലേ? മൂത്ത് വരണം, നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വരണം കേട്ടോ. കുറച്ച് സമയം പിടിക്കും. ഞാനുണ്ടാക്കുമ്പോൾ അത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ പണിയൊക്കെ എളുപ്പമാണ്. കുക്കറിലുണ്ടാക്കി 2 വിസിൽ കഴിക്കുമ്പോൾ ഞാൻ കുർബാനൊക്കെ പോയി വരുമ്പോൾ ബിരിയാണി റെഡി. ഒറ്റ വിസിലല്ലേ? 2 വിസിൽ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും, മൂക്കണ്ട പകുതി ആകുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഇടാം. അതുപോലെ തന്നെ പച്ചമുളക് ഇടാം കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ചൂടാക്കണം. ഇഞ്ചിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ചൂടാക്കണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓഫ് ചെയ്യുന്നറിയോ, ചിലപ്പോൾ കരിഞ്ഞു പോയാലോ എന്ന് പേടിച്ചിട്ടാണ്. അയൺ ബോക്സ് ഞാൻ തേക്കില്ലേ, അപ്പോൾ ഇങ്ങനെ തന്നെ ഞാൻ ഓണാക്കും, എന്നിട്ട് ഓഫ് ചെയ്യും. ഞാൻ തക്കാളി ചോറ് ഉണ്ടാക്കിയിട്ടില്ല. ചേട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ടോ തക്കാളി ചോറ്? ഇല്ല, ഇവിടെ അങ്ങനെ ഉണ്ടാക്കിയത്. ഞങ്ങളെ തക്കാളി ചോറ് ഉണ്ടാക്കണേന്നറിയാമോ? നല്ല ചൂട് ചോറിലേക്ക് തക്കാളി കറി ഇടും, ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്തില്ലേ ഈ ഫുഡാണ് ഉണ്ടാക്കുന്നത്. തക്കാളി ചോറ് ഉണ്ടാക്കുന്നത് ചേട്ടൻ ഞാൻ പറയാറില്ലേ എന്താ കഴിച്ചു തക്കാളി ചോറാന്ന് പറയും. സ്കൂളിൽ പഠിക്കുമ്പോ കുട്ടികൾ ചോറ് തക്കാളി ചോറ് ഇവിടെ തക്കാളി ചോറിന് പറയണെന്താ ഒരു ഭാഗത്തിനെ പറയാം. എന്താണ്? തക്കാളിപ്പരി. അത് തക്കാളിപ്പനി, ഇത് തക്കാളി ചോറ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് തക്കാളി പേസ്റ്റ് ഇടാട്ടാ. ക്ലോസപ്പ് അല്ല, തക്കാളി പേസ്റ്റ് ആക്കിയതാണ്. നമുക്ക് ഇതിനകത്തോട്ട് ഇടാട്ടോ. ഇവിടെ ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ കിട്ടും, ഞാനെടുക്കില്ല. എന്താണ് ഇങ്ങനത്തെ പേസ്റ്റൊക്കെ കൊണ്ട് സോസ് ഇഷ്ടമല്ല. അതെ, പഴക്കമായിരിക്കും, അങ്ങനെയുള്ള അതെങ്ങനെ കൊടുക്കുള്ളൂ. ഇതിങ്ങനെ ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റുമ്പോഴേക്കും ഇല്ലേ നമുക്ക് പൊടികൾ ഇടാട്ടോ. ലേബിൾ നല്ലതായിരിക്കും, അതിൻ്റെ ഉള്ളിൽ സാധനം വഴക്കും, അതാണ് അതെടുക്കാത്തത്. ശരിക്കും തക്കാളിക്ക് മുമ്പാണെന്ന് തോന്നുന്നു പൊടികൾ ഇടുന്നത്. പൊടികള്
എൻ്റെ ഒരു കണക്കിൽ ഇടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ജസ്റ്റ് ഇതിങ്ങനെ എന്ത് പൊടിയാണത്? ആവുമ്പോഴേക്കും ഇതൊരു ചിക്കൻ മസാല കേട്ടോ. കുറച്ച് ചിക്കൻ മസാല ഇടാം. തീയൊന്ന് കുറയ്ക്കട്ടെ ചേട്ടാ. ആ കുറച്ചോളൂ. ദേ കുറച്ച് ചിക്കൻ മസാല, ആ പിന്നെ കുറച്ച് ബിരിയാണി മസാല. ബിരിയാണി മസാല ആ എല്ലാം കുറച്ച്. എല്ലാ മസാല നിങ്ങളുടെ കണക്കനുസരിച്ച് മതി പലതരം കേട്ടോ. പതികൾ തരും. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. സ്വല്പം സ്വല്പം അല്ല ചോറിൻ്റെ കളർ പോകും. ദേ കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. കുറച്ചിട്ടാൽ മതി കേട്ടോ മുളക് പൊടി. നുള്ളു ഈ മുളക് പൊടിക്ക് നല്ല എരിവുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചിടാം കേട്ടോ. പോരെ പിന്നെ മതി. കളറിന് വേണ്ടിയിട്ട്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇടാൻ വേണ്ടിയിട്ട്? ഇനി മല്ലിച്ചീര മല്ലിച്ചീര അത് നമുക്ക് ലാസ്റ്റിലിടാം. അപ്പോൾ നമ്മൾ കുറച്ച് നന്നായിട്ട് ഇങ്ങനെ ഇത് മുട്ട പുഴുങ്ങിയിട്ട മുട്ടക്കറിയായല്ല. മുട്ട ഒഴുകിയ മുട്ടക്കറിയാവും. കറിയായി. അപ്പം ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കാം കേട്ടോ. അതിൻ്റെ വെള്ളം കുറച്ചൊന്ന് വറ്റണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടാം കേട്ടോ. ഇട്ടോ കുറച്ചിട്ടാൽ മതി കേട്ടോ. വാരി മനം വരണ്ടേ? ആ മതി മതി, കുറച്ച് മതി മതി മതി. മല്ലിയല്ല. ഇനി നമുക്കിത് ലാസ്റ്റ് ഇടാം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ ഗ്ലാസ്സിലാണ് അരി എടുത്തത്. ഈ ഗ്ലാസ്സിൽ എത്ര? 1.5 എടുത്തത്. അപ്പം നമുക്കതുകൊണ്ട് 3 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. കറക്റ്റ് അല്ല ചേട്ടാ? ഇല്ലെങ്കിൽ വന്ന് രക്ഷിക്കണേ. 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുക കേട്ടോ. ഒഴിക്കുവാണേ. 1 2 2 മൂന്നാമത്തെ ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം കേട്ടോ. ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണമെന്നാണ് പറയുന്നത്. പോരെ ഉപ്പ്? ഉപ്പ് കറക്റ്റാണ് നോക്കണ്ടേ? മതിയോ? അപ്പം നമുക്ക് അരി ഇടാം കേട്ടോ. ഇത് അരി ഇടുവാണേ. മൊത്തം ഇടട്ടെ. 1.5 ഗ്ലാസ് അരി കുതിർത്തി വെച്ചാൽ 20 മിനിറ്റ് വെച്ചുള്ളതാണ്. ചേട്ടാ വെള്ളം കൂടുതലാണോ ഇനി? ഇല്ല ഇല്ല, വെള്ളം കറക്റ്റാണ്. ഓക്കെ, അപ്പം നമ്മൾ അരി ഇട്ടു. നമുക്കിനി ഉപ്പ് കറക്റ്റാണോ നോക്കാം കേട്ടോ. ഉപ്പ് കറക്റ്റാണെന്ന് നോക്കാൻ പറ്റിയ ആള് ചേട്ടൻ തന്നെ ആയിരിക്കും. നോക്കണേ. ഞാൻ മസാല കുറച്ചായിട്ട് കേട്ടോ. കാരണം വെച്ചാലേ നമുക്ക് ചിക്കൻ കറി ഒക്കെ ഉള്ളത് കൊണ്ടേ എനിക്ക് ഒരുപാട് എരിവ് വേണ്ട. അതുകൊണ്ട് ഇതിന് വേവണം. ഓക്കെ, അടച്ചു വെക്കട്ടെ. അടയ്ക്കട്ടെ. അടച്ചു. ഇനി എത്ര മിനിറ്റ് കഴിയണം? ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നോക്കട്ടെ. അപ്പൊ ഇടവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി നമ്മൾ ചിക്കൻ മേടിക്കാൻ പോയപ്പോ എന്താ മേടിച്ചത്? അമ്മച്ചിക്ക് സ്നാക്സ് വാങ്ങിച്ചാ മച്ചി. സ്നാക്സ് ഒന്നല്ല, കടിയെന്ന് പറഞ്ഞ എണ്ണക്കടികള്. അപ്പച്ചന്റെ ശീലമാ. എന്താ എന്താന്ന് നോക്കട്ടെ. നോക്കിക്കോ. എന്താണ് അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട? അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട ഉണ്ടംപൊരിയോ ഉള്ളിവട? അമ്മച്ചിക്ക് ഇഷ്ടം ഉള്ളിവടയല്ലേ? ഉള്ളിവട എടുത്തോ. അതിൽ എന്നുള്ളത് നെയ്യപ്പം. നെയ്യപ്പം എനിക്ക്. അയ്യപ്പന്റെ അമ്മ അയ്യപ്പൻ ചുട്ടു. നെയ്യപ്പൻ ചുട്ടു. അയ്യപ്പൻ ചേട്ടാ. അയ്യപ്പന്റെ അമ്മ എന്ന് പറഞ്ഞ ഏത് തെറ്റിച്ചു? അയ്യപ്പൻ്റെ അമ്മ കാട്ടിപ്പോയി ഇറങ്ങത്തിന് വന്നു. അയ്യപ്പൻ്റെ അമ്മയെ കാട്ടിപ്പോയി ഇറങ്ങൂടാണ്. മുത്തിയമ്മ അരി വെച്ച് അരി ഇറക്കിയപ്പം മക്കൾ വന്ന് വന്നപ്പോൾ ഇടയ്ക്ക് കറവൻ ചൊട്ടി പൊട്ടി. അമ്മച്ചി മറ്റേ കലോൻ ചട്ടി വേണം എടുത്തപ്പോ പൊട്ടിപ്പോയി കാണിക്കില്ലേ? താരൊക്കെ എന്ത് വേണം? കലോൻ ചട്ടി വേണം എടുത്തപ്പോ പൊട്ടിപ്പോയി. കല്ലൻ ചട്ടിയുടെ എടുത്തപ്പോ പൊട്ടിപ്പോയി. അയ്യോ, ശരിയാവൂല്ലേ? കഴിച്ചോ? ഞാൻ ഇരുന്നൊക്കെ കഴിക്കുള്ളൂ. അമ്മച്ചി ഇരുന്നൊക്കെ കഴിക്കുള്ളൂ. പിന്നെ പണ്ടേനെ വളവാൻ കഴിക്കാൻ മച്ചി. പണ്ടേ വളവാൻ കുരുത്തമ്പല മരുമക്കൊക്കെ വളവില്ല. ശീലക്കും ഇല്ല വളവ്, രാജനിക്കില്ല. വളവ് വന്നത് വീട് നിർത്ത് വളവാണേ.
സാരമില്ല. വീഡിയോ എടുത്ത് ഉറങ്ങാതെ ഇരുന്ന് വീഡിയോ എടുത്തിട്ട് വന്ന വളവാ അറിയോ? വീട്ടിൽ കുറെ പണിയുണ്ടാവും വെച്ചു സഹായിക്കാൻ ആരുണ്ടായിരുന്നു. അമ്മ തൊണ്ടപ്പണിയായിട്ട് പോകും. പിന്നെ മക്കളെ കഴിച്ച് പിടിച്ച് കാലൊക്കെ എടുത്ത് നമുക്ക് വരുമ്പോൾ കൊടുക്കണം. സാമാനമൊക്കെ എടുത്ത് കഴുകാറിലേക്ക് എടുത്ത് വെക്കണം. അങ്ങനെ മക്കൾ വലുതായി കരയാതെ വലുതായി ഇത്രയൊക്കെ ദൈവം എനിക്ക് തന്ന് ഒരു കടം കൂടാതെ എന്നെ ഇത്ര നാൾ മുന്നോട്ട് കൊണ്ട്. ഇന്ന് ഞാൻ എന്താവശ്യപ്പെട്ടാലും ദൈവം എനിക്ക് തന്നിരിക്കും. ഇപ്പം കുട കണ്ട വലിയൊരു വിചാരിച്ച പള്ളിയിൽ പോയപ്പോഴേ കുട വെച്ച് മറന്നുപോയി എന്ന് വെച്ചാൽ കുട എടുത്ത് വെച്ച് ബെഞ്ചിൽ വെച്ച് ബെഞ്ചിൻ്റെ അടുത്ത് തന്നെയാണ് മാതാവിൻ്റെ ഉപയോഗിക്കണം. ഞാൻ അതിൽ പ്രാർത്ഥിക്കാൻ പോയി. എൻ്റെ ഒരു കൂട്ടുകാരത്തെ മുന്നോട്ട് നടക്കണുണ്ട്. ഞാൻ ആ കൂട്ടുകാരത്തിനെ പിടിക്കാൻ വേണ്ടി ഞാൻ മുന്നോട്ട് നടന്ന കൂട്ടുകാരനെ കിട്ടുകയും ചെയ്തു. പിറ്റേ ദിവസമാണ് പള്ളിയിൽ പോകാൻ സമയപ്പോൾ കൂടെ കട്ടിൻ്റെ കാലുകൾ കോർത്തിരുന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ കൂടയില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. മഴയുണ്ട്, പള്ളിയിലും പോകാൻ പറ്റിയില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കണേ. മക്കളോട് പറയണ്ടേ, ഓരോ വീട്ടിലും കുട പോയെന്നാൽ ആദ്യം മക്കൾ പിണങ്ങിയേ ഉള്ളു. അമ്മച്ചിക്ക് സൂക്ഷിച്ചില്ലാച്ചിട്ടല്ലേ കുട കളഞ്ഞത് എന്ന് പറയും. ഞാൻ സുരേഷേ എൻ്റെ കുട പോയടാ, എനിക്കൊരു കുട വാങ്ങിച്ച് തരാം. അവനൊന്നും മിണ്ടിയില്ല. രാത്രി വന്നപ്പോൾ കൊടിയെ കൊണ്ടുവന്ന് ഓരോ വീട്ടിലും എത്ര പ്രാവശ്യം മക്കൾ പറഞ്ഞാലാണ് കുട കൊണ്ടുപോണത്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ മകനെ ദൈവം അനുഗ്രഹിക്കണമെന്ന്. നിങ്ങൾക്കും ഇങ്ങനെ മക്കളുണ്ടെങ്കിൽ കൊണ്ടുവന്ന് തരുമ്പോൾ നിങ്ങളും പറഞ്ഞു കേട്ടാ എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമെന്ന്. എന്നെ എനിക്ക് കൊണ്ടുവന്നു നല്ല പോയ കുടനേക്കാളും നല്ല കുട. അത് ദൈവത്തിന് നന്ദി. എത്ര സ്തുതിച്ചാലും ഞാൻ എന്താവശ്യപ്പെട്ടാലും ഇന്ന് വരെ ദൈവം തന്നിരിക്കണേ. അതുപോലെ തന്നെ എനിക്ക് ഗൾഫിൽ കുറേ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടായി. ഇപ്പോൾ ആരും എന്നെ വിളിക്കണില്ല. എനിക്ക് എന്നിട്ട് അവരെന്തെങ്കിലും തന്നിറക്കും. സാരി തന്നിറക്കും, മിഠായി തന്നിറക്കും, വാച്ച്, ബെർപ്പിലൊക്കെ തന്നിറക്കും. എന്നെ ഒരുപാട് സ്നേഹിച്ച ഗൾഫുകാരാണ്. അവരെയൊക്കെ വീണ്ടും അന്വേഷിച്ചത് പറയാനായിട്ട് കേൾക്കുന്ന ആൾക്കാർ. ശരി. അപ്പം നമുക്ക് ചിക്കൻ കറി റെഡിയായി. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക കേട്ടോ, ലാസ്റ്റായി. അപ്പോൾ തക്കാളി ചോറും കൂട്ടി കഴിക്കുന്നത് ചിക്കൻ കറിയും സാലഡും പപ്പടവും. അടിപൊളി. അപ്പോൾ സാലഡും റെഡിയായി, പപ്പടവും റെഡിയായി, ചിക്കൻ കറിയും റെഡിയായി. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി നോക്കണ്ടേ? തക്കാളി ചോറ് നോക്കാം. അപ്പോൾ നമ്മളെ തക്കാളി ചോറ് റെഡിയായി, ചിക്കൻ റെഡിയായി, സാലഡ് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കാൻ പോണേ കേട്ടാ. താര ക്യാമറ ഇടിക്കലാണ്. ക്യാമറ പിടിച്ചു കഴിഞ്ഞാലേ താരക്ക് വന്നിരിക്കാൻ പറ്റുള്ളൂ. ഇതുണ്ട്, ഇതാണ് നമ്മുടെ തക്കാളി ചോറ്. അപ്പോൾ ഒന്ന് ഇളക്കി ഞങ്ങൾ വേറെ വെള്ളമൊന്നും വെച്ചില്ല കേട്ടോ. ഇതണ്ട താര സ്പെഷ്യലാണ്. താര ഹോസ്റ്റലിൽ ഉണ്ടാക്കണേ. അപ്പോൾ നമുക്ക് എടുക്കാം. ആദ്യം മൂത്താക്കൾ കൊടുക്കണമല്ലോ. കുറച്ച് നമുക്ക് വേസ്റ്റ് ആക്കൂലേ, ഇത്തിരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ടീമിന് ഇത്തിരി കൂടുതൽ വേണം. താരക്ക് ഇപ്പോൾ വിളമ്പട്ടെ, ചൂടാറി പോവല്ലേ. അപ്പോൾ ഞാനിങ്ങനെ വെച്ചിട്ട് ഇത് മൂടി വെക്കണം, അല്ലെങ്കിൽ എന്താ പറയുക ചൂട് പോവും. അടുത്ത എന്ത് ചെയ്യണ്ടേ? ചിക്കൻ കറി നോക്കിയേ. ചിക്കൻ കറിയും വെച്ചത് അരയണ്ട. അപ്പം ഞാനൊരു വർഷം ചിക്കൻ കറി എടുക്കില്ല. കുറച്ചെടുത്ത് തിന്നണം, ചെന്നാലും അതിൻ്റെ രുചി ഉണ്ടാവുള്ളൂ. എന്താ ചിക്കൻ ഗ്രേവി അടക്കം ഇങ്ങനെ പയ്യെ വെക്കുക. ഓക്കെ, സൂപ്പറല്ലേ? സാലഡ് വെക്കാം. അമ്മച്ചിക്ക് ഇത്തിരി സാലഡ്, എനിക്കൊരു സാലഡ്. ഇനി എന്താ നോക്കാനുള്ള പപ്പടം. പപ്പടം ഇങ്ങനെ കയറ്റി വിളിച്ച് പപ്പടം വെച്ച് കഴിഞ്ഞു. പപ്പടം നല്ല പപ്പടം. അപ്പോൾ അമ്മച്ചി കഴിച്ചേ, കുറച്ച് കഴിച്ചിട്ട് താരട തക്കാളിച്ചോറ് എങ്ങനെ ഉണ്ടെന്ന് പറ. കഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അടിപൊളി. ഇപ്പോൾ ഞാൻ കഴിക്കണത് അറിയാമല്ലോ ടീമേ. ഇതാ പൊട്ടിച്ച്
സാലഡ് വെച്ച് തക്കാളി പിന്നെ ഇതെന്താ ചിക്കൻ ഒന്നും കൂടി ഇരുന്ന് വറ്റണം. ഇതെന്താ ഗ്രേവിയും എല്ലാം കൂടി ഇങ്ങനെ വെച്ച് ചൂടുണ്ട് എന്താ പച്ചള കഷ്ണം ടേസ്റ്റ് ഉണ്ട്. ബിരിയാണി വേറെ ടേസ്റ്റ്, ഈ തക്കാളിയുടെ ഫ്ലേവറൊക്കെ ചേർത്തിട്ടുണ്ട്, പിന്നെ മസാലയുടെയൊക്കെ ടേസ്റ്റ് ഉണ്ട്. എന്താ അമ്മച്ചി പറയാനുള്ള? വലിയ ചിലവൊന്നുമില്ല തക്കാളി ചോറ് ഉണ്ടാക്കാൻ. അപ്പം നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്ക്, രുചിയുണ്ട് കേട്ടോ. കൂടുതലും സൺഡേ ഉണ്ടാക്കട്ടെ. ഞങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുട്ടികളും അമ്മയും എല്ലാവരും കൂടി ഇരുന്ന് ചെയ്യുമ്പോൾ അധികം സമയം എടുക്കില്ല, പണിയായിട്ട് തോന്നിയേയില്ല. ഞങ്ങൾ സൺഡേ ഞാനിവിടെ ഉണ്ടെങ്കിലേ ഞാൻ ഇവരുടെ കൂടെയൊക്കെ ഒന്ന് കൂടി കൊടുക്കും. അതിനകത്ത് വേണ്ടി നമുക്ക് സമയം പോവും, ഒരു പ്രത്യേക അനുഭവം. അടുക്കളയിൽ നല്ലൊരു അരങ്ങുക. അതെ. എന്നാൽ പിന്നെ ക്യാമറ ബാക്കിലേക്ക് പോട്ടാ. ക്യാമറ ഓഫാക്കി താഴെ ഇങ്ങോട്ട് പോരും. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് തമ്മിൽ വീണ്ടും കാണാം. ടീമേ കമൻ്റൊക്കെ ഇരുന്നോട്ടാ. കമൻ്റൊക്കെ എല്ലാം വായിച്ച് ഞങ്ങൾ റിപ്ലൈ എല്ലാം തരുന്നുണ്ട്. അപ്പം അമ്മച്ചി പറഞ്ഞ പോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.